ചേട്ടാ ഒരു ചായ. ആ എത്രയായി? 20. അത്താഴത്തിനൊരു പാഴ്സൽ വേണമായിരുന്നല്ലോ. രാത്രി വരുമ്പോ കട കാണുമോ? ഏയ്, മെനിഞ്ഞാന്നത്തോടെ സന്ധ്യ കഴിഞ്ഞുള്ള കച്ചവടം നിർത്തി. അതീ കുറഞ്ഞുള്ള സമ്പാദ്യം മതിയെന്ന തീരുമാനം. അതെന്താ മെനിഞ്ഞാന്നത്തോടെ നിർത്തിയത്? മെനിഞ്ഞാന്ന് വല്ലതും പറ്റിയോ? ആ, പറ്റേണ്ടതായിരുന്നു. ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. അവിടെ ഒരു ഏത്തക്കൊലയുടെ കാളാമണ്ണം കിടപ്പുണ്ടായിരുന്നു. ആ രാച്ചിയമ്മയുടെ കാള വന്ന് അത് തിന്നോണ്ട് നിന്നു. പിന്നീടൊരു മുരളന് കേട്ട് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. കാളയുടെ കൊരവള്ളിയിൽ ഒരൊറ്റ പിടിയാ. വലിച്ചെടുത്തോണ്ട് ദാ പോന്നു. എന്താ ഏട്ടാ, കാളയുടെ കുരവള്ളിയിൽ ആരാ പിടിച്ചോണ്ട് പോയെ? പുലി തന്നെ, അല്ലാതാര്? എന്റെ അമ്മ, പുലിയോ? ഇവിടെ പുലി ഇറങ്ങുമോ രാത്രിയില്? അതേ അനിയ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. സന്ധ്യ ആവും മുമ്പേ ഈ ഏരിയ കടന്നാ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോക്കാ. എന്റെ ദൈവമേ, കുഴപ്പമാകുന്ന ലക്ഷണമാണല്ലോ. ചേട്ടാ എത്രയായി? 15. ആ ദാ. അച്ചൂട്ടാ, ഇവന്റെ കുഞ്ഞിന് എന്ത് പറ്റി മോനെ? പിടിച്ചു വെച്ച് കുഞ്ഞിന്റെ ഉറക്കം കളയണ്ട. അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയതാ. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പേടിക്കാനൊന്നുമില്ല അഞ്ജലി. അച്ചൂട്ടൻ തികച്ചും ഓക്കെയാണ്. എന്ത് പറ്റിയതാ ഗീത ടീച്ചറെ, പെട്ടെന്ന് ഇങ്ങനെ വരാൻ? ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ആള് കുഴഞ്ഞാദ്യം വീണു, പിന്നെ 1-2 പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. പിന്നെ ഒരു മയക്കം പോലെ വന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. പേടിക്കാനൊന്നുമില്ല ഇപ്പോ. ചില കുട്ടികൾ വീട്ടിൽ നിന്നോ കടയിൽ നിന്നോ കുറച്ച് ഈറ്റബിൾസ് കൊണ്ടുവരും. കുട്ടികളല്ലേ, അവരൊന്നിച്ച് ചേർന്ന് കഴിക്കും. അങ്ങനെ വയറിന് പിടിക്കാതെ വല്ലതും കഴിച്ചു വേണമെന്നാ എനിക്ക് തോന്നിയത്. ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല അഞ്ജലി. എന്റെ കുഞ്ഞു ഉണർന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പൊന്നുമോന്? കുഴപ്പമൊന്നുമില്ലമ്മ. എന്തായാലും പേടിപ്പിച്ച് കളഞ്ഞു നീ ഞങ്ങളെ. ആഹാ, എന്നെയാ നിങ്ങൾ എല്ലാരും കൂടി പേടിപ്പിച്ചു കളഞ്ഞേ. എന്തു കഴിച്ചു, എങ്ങനെ കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പേടിച്ചു പോയി. ആ, എല്ലാരും ചോദിച്ചപ്പോഴാണോ അച്ഛ പേടിച്ചത്? ശരി, ഛർദിച്ചപ്പോഴും ബോധം കെട്ടപ്പോഴൊന്നും പേടിച്ചില്ലേ?
അപ്പോ നീയാണ് ഇനി ഇവിടുത്തെ ഉരുക്കു മനുഷ്യൻ. ഉരുക്കു മനുഷ്യനല്ല വലിയേട്ടാ, സൂപ്പർമാൻ. സൂപ്പർമാൻ എങ്കിൽ സൂപ്പർമാൻ. അപ്പൊ ഇനി എന്റെ സൂപ്പർമാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി കഴിക്കരുത് കേട്ടോ. കഴിച്ചാ സൂപ്പർമാന് തകരാറൊന്നുമില്ലെന്ന് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ദേണ്ടേ, ടീച്ചർ നിന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. ഞങ്ങൾ നെഞ്ചു പിടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കണ്ടില്ലേ? സോറി അമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. ആ മതി മതി, എല്ലാരും എണീറ്റേ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. വാ. ഹലോ സാർ. ആ പ്രസാദ്, എവിടെയാണ്? നേരം കുറെ ആയല്ലോ, കണ്ടില്ല. നിങ്ങൾ ഇതുവരെ തിരിച്ചില്ലേ? സോറി സാർ, ഞങ്ങൾ അവിടെ വീടിന്റെ ഗേറ്റ് വരെ വന്നതാ. പക്ഷേ കയറാതെ തിരിച്ചു പോന്നു. തിരിച്ചു പോയോ? അതെന്ത് പറ്റി? വീടിന്റെ മുന്നിൽ വെച്ച സ്കൂളിൽ നിന്നൊരു കോള് വന്നത്. അച്ഛനൊരു ചെറിയ മയക്കമെന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ചു പറഞ്ഞു. ഞങ്ങളപ്പോ തന്നെ സാറിന്റെ വീട്ടിൽ കയറാതെ സ്കൂളിലേക്ക് പോയി സാർ. ഓ ഗോഡ്, അച്ഛന് എന്താ പറ്റിയത്? എവിടെയാ? ഹോസ്പിറ്റലാണോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ, അതൊന്നും വേണ്ട സാർ. ഫുഡ് പോയിസൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആളിനെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നു. ഓ, ആശ്വാസമായി. സീരിയസ് ആയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, അവൻ കൂളായി സംസാരിച്ച് കിടക്കുന്നുണ്ട്. വേണ്ടാത്ത എന്തോ കഴിച്ചതാ പ്രശ്നമായത്. ശരി ശരി, എന്തായാലും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ സാർ, എത്രയും വേഗം ഞങ്ങൾ വന്ന് നേരിട്ട് സാറിനെ കണ്ടോളാം. അത് വാക്കാം. സന്തോഷം. ഞാൻ ആ വാക്കിന് വില കൽപ്പിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ. സർ, ഭക്ഷണമൊക്കെ റെഡിയാണ്. ടേബിളിൽ സെറ്റ് ചെയ്യട്ടെ? ഏയ് വേണ്ട, ആ ഗസ്റ്റുകൾ ഇപ്പോൾ വരുന്നില്ല. അവർക്ക് ചില അസൗകര്യങ്ങളുണ്ട്. ശരി സർ. ആരതി, ആരതി, ആരതി. ഈശ്വര, നേരെ ഇരുട്ടി കഴിഞ്ഞല്ലോ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? എന്തൊരു അവിവേകമാണ് ഞാൻ ഈ കാണിച്ചത്. അവളുടെ അഹങ്കാരത്തിന് ചെറിയൊരു ഷോക്ക്, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിപ്പോ പുലി, കാട്ടുപോത്ത്, എന്തൊക്കെ പുലിവലാണോ എന്തോ. അപകടം ഒന്നും സംഭവിക്കാതെ അവളെ ഇങ്ങനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആരതി, 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 കേൾക്കുന്നുണ്ടോ? ആരതി, ആരതി, കേൾക്കുന്നുണ്ടോ? ആരതി, 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 എവിടെയാ? ആരാ? ഞാനാരാണെന്നുള്ളത് ഈ യൂണിഫോം കണ്ടപ്പോ നിനക്ക് മനസ്സിലായല്ലോ. ഇനി പറ, നീ ആരാ? എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഞാനൊരു ഓട്ടോ ഡ്രൈവറാ. ടൗണില്. ടൗണിലെ ഓട്ടോക്കാരൻ എന്തിനാ ഈ നേരം കണ്ട നേരത്ത് ഈ കാട്ടുവഴി കിടന്ന് കറങ്ങുന്നേ? അത് ഞാൻ ഒരാളെ തെരഞ്ഞു വന്നതാ. ഇവിടെ ഒരാളെ രാത്രി വാക്കിന് ഇവിടെ ഒരാൾ ഇറങ്ങുന്നുണ്ട്. നല്ല പുള്ളിയുള്ള ഉടുപ്പൊക്കെ ഇട്ട ഒരാള്. അയാളെ തിരഞ്ഞു വന്നാണോ നീ? അതാരാ? അത് പുലി തന്നെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഇതുവരെ മനുഷ്യനെ പിടിക്കാനായിട്ടില്ല. നീ ആയിട്ട് അതിന് ഇട കൊടുക്കരുത്. കേറി പിടിച്ചിട്ട് അവൻ കൊണ്ടുപോയാ പോയെന്ന് പറയാം. പക്ഷെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആ ശവത്തിന് കാവല് നിൽക്കേണ്ടി വരും. അതിനൊന്നിനും വയ്യ. അതുകൊണ്ട് എനിക്ക് പണി തരാതെ എത്രയും വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല സാറേ, സാർ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടോ അതോ വൈകുന്നേരം ഡ്യൂട്ടി എടുത്ത് വന്നതാണോ? ഇവിടെ എങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ആ, കണ്ടു. ഒരു പെൺകുട്ടി ഭരതനാട്യം കളിച്ചോണ്ട് അതുവഴി പോകുന്ന കണ്ടു. നേരം കെട്ട നേരത്തെ അവന്റെ ഒരു വിവരാന്വേഷണം. അടപ്പും തുറപ്പൊന്നും അല്ലാത്ത വഴിയായത്. പുലി വന്നാലേ അതിന് ഫ്രീ എൻട്രിയാ. തൽക്കാലം തടി കേടാക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ആ, പോടാ പോടാ പോകാനല്ലേ പറഞ്ഞു.
What? എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നും അറിയാത്ത പോലെ. ഞാൻ നിന്റെ അനിയത്തിയെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം പിന്നിടുന്നു. രാധ, അവളാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അവളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രണയം. അവളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ അവളെ ഇനി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താൻ കഴിയാത്ത ഏതോ വിദൂരതയിൽ അവള് മറഞ്ഞിരിക്കുക. അവളെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമെന്ന് നിന്നോട് ഞാൻ പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോഴും നീ എന്നെ അവഗണിക്കുക. പണ്ട് നിന്നിൽ ആരംഭിച്ച എന്റെ പ്രണയം അകാലത്തിൽ അപൂർണമായിട്ടാ അവസാനിച്ചത്. അതിന്റെ തുടർച്ചയായ ഞാൻ രാധയിൽ കാണുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നീ അവളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവാ. പ്ലീസ് സുഭദ്രേ, പ്ലീസ്. രാധയെ നീ എനിക്ക് കാണിച്ചു താ. രാധ എവിടെ? രാധ എവിടെ? പറയൂ, എവിടെ അവള്? പറയ. ഇത് സംഭവം കൈവിട്ടു പോയെന്നാ തോന്നണ ഭവാനിയമ്മേ. ഇപ്പൊ വിളിച്ചപേക്ഷയും വിലാപവും വരെ ആയി. നാളെ ഇത് ഏതവസ്ഥയിലേക്ക് വേണമെങ്കിലും മോശമാവാം. പറഞ്ഞില്ലേ, സംഭവം കൈവിട്ടു പോയെന്ന് ഉറപ്പാ. കരുനാക്കുകൊണ്ട് ഓരോന്ന് പറയാതെ അവനെ ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള വഴി പറയും മണിച്ച. വാ, ഇനിയിപ്പോ എന്തോന്ന് വഴി പറയാ? പ്രണയത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽപ്പെട്ട് കര കാണാതെ ഉഴലുകയാണ് മേഘൻ സാർ. ഇതൊരു വൺ വേ ട്രാക്കാണെന്നുള്ളതാണ് അതിലേറെ ദുരന്തം. ഇന്ന് ഈ നിമിഷം വരെ ആ രാധ കൊച്ച് ഇങ്ങനൊരു കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാവൂല. അറിഞ്ഞില്ലെങ്കിൽ അറിയണ്ടെന്നേ. അവളെ ഇത് അറിയിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ നാശത്തിന്ന് എന്റെ മകനെ രക്ഷിക്കാനാ. ഇങ്ങനെ കുടിച്ചും ഭ്രാന്ത് പറഞ്ഞും പോയാലേ എനിക്ക് അവനെ നഷ്ടപ്പെടും. അവന്റെ ചോറ് തിന്ന് എന്റെ കൂറ് കാണിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാ. മേഘനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി അറിയെങ്കിൽ അത് പറയും. ഞാൻ ആലോചിച്ചിട്ടൊരു ഒറ്റ സംഭവം എനിക്ക് തോന്നുന്നത്. അത് തരണം ചെയ്ത കുടുംബത്തിലെ ഈ ആണൊരുത്തന്റെ സ്വഭാവം നേരെയാകും എന്നുള്ളത് ഉറപ്പാണ്. അതെന്താ മണിച്ചൻ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയും. അത് മറ്റൊന്നുമല്ല ഭവാനിയമ്മേ. സുഭദ്രാമ്മയുടെ ആ ഫോട്ടോയും രാധക്കുഞ്ഞെന്ന് പറഞ്ഞ് ഉണ്ടാക്കി ചെയ്ത ആ താലിയുമില്ലേ, ഇവ രണ്ടുമാണ് പ്രശ്നം. മറ്റു വിധത്തിലൊക്കെ മനസ്സ് ശാന്തമാകുമ്പോഴും ഈ 2 വസ്തുക്കളും മേഘൻ സാറിന്റെ ഉള്ളിലെ വികാരങ്ങൾ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭവാനിയമ്മയെ പോലും പെറ്റ വയറിനെ നോക്കാതെ തള്ളിപ്പറയുന്നത് അതുകൊണ്ടാ.
അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ താലിയും ഫോട്ടോയും അവിടെ നീക്കം ചെയ്യണം. ഞാൻ നോക്കിയിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മേഘൻ സാറിനെ രക്ഷിക്കാൻ ആ ഒരു ഒറ്റ വഴിയേ കാണുന്നുള്ളൂ, അത് മാത്രം. എങ്കിൽ അത് ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യും? നിധി കാക്കുന്ന ഭൂതം പോലെ ഏതു നേരം അതിന്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ അവൻ. ഭവാനിയമ്മ അതോർത്ത് വിഷമിക്കണ്ട. ഒരു വിമുക്ത ഭടനോടാ ഭവാനിയമ്മയെ സംസാരിക്കുന്നത്. ആനമേരിഞ്ഞാരും തൊഴുത്ത് കെട്ടാറില്ലല്ലോ. പട്ടാളക്കാർ റിട്ടയർഡ് ചെയ്താലും യുദ്ധതന്ത്രങ്ങൾ മറക്കില്ല എന്നർത്ഥം. ഒരു സാധനം അടിച്ചു മാറ്റാൻ തീരുമാനിച്ചാലേ ഈ മണിച്ച് അടിച്ചു മാറ്റിയിരിക്കും. ആദ്യം ആ താലി, പിന്നെ ആ പടം. എന്തു പറയുന്നു? പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പേയുള്ള മണിച്ചന്റെ സ്വഭാവമല്ലേ അടിച്ചുമാറ്റൽ. പണ്ട് പറമ്പിന്ന് തേങ്ങ മോഷ്ടിച്ചു എന്നും പറഞ്ഞ്. എന്റെ ഭവാനിയമ്മ ഈ കള്ളക്കഥകൾ മറക്കൂ. ഓർക്കൂ മേഘനാഥന്റെ കാര്യം. അദ്ദേഹത്തെ ആ രാധയുടെ കെണിയിൽ നിന്ന് രക്ഷിച്ചെടുക്കണമെങ്കിലേ അതിന് ആ ഫോട്ടോയും താലിയും കത്തിച്ച് കളയണം നമുക്ക്. ഈശ്വര, എങ്ങനെ ഞാൻ ഇവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കും? ആരതി എവിടെയെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും ഞാൻ? സ്വന്തം ഭാര്യയെ കാട്ടിലെ വന്യജീവികൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വന്നിരിക്കുന്ന ഭർത്താവാണ് ഞാൻ. നാളെ അവളുടെ ശവശരീരം കിട്ടുമ്പോൾ പോലീസ് ഈ വീട്ടുനടയിൽ എന്നെ അന്വേഷിച്ച് വരും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിലൂടെ കൈവിലങ്ങും അണിയിച്ച് എന്നെ അവർ കൊണ്ടുപോകും. ഇല്ല, ഒരിക്കലും എൻ്റെ ഏട്ടനെയും വീട്ടുകാരെയും നാട്ടുകാരുടെ മുന്നിൽ കൊച്ചാക്കാൻ ഞാൻ അനുവദിക്കാൻ പാടില്ല. ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ വീട്ടിൽ കയറാൻ പാടില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞ് കീഴടങ്ങണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. ഹലോ, എന്താ മുരളിയേട്ടാ ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഓ, വെറുതെ തിരക്കിട്ട് അങ്ങോട്ട് വന്നിട്ടും ഒന്നും ചെയ്യാനില്ലല്ലോ. അതെന്താ മുരളിയേട്ടാ അങ്ങനെ പറയുന്നേ? എന്തെല്ലാം ഉണ്ട് ഇവിടെ, ഇറങ്ങി വാന്ന്. ഞാൻ അവളെ കാട്ടിക്കൊണ്ടുപോയി കളഞ്ഞത് ഇവരൊന്നും അറിഞ്ഞില്ലേ? ഒരു ടെൻഷനും പ്രശ്നമില്ലാതെയാണല്ലോ ഇവൾ എന്നോട് സംസാരിക്കുന്നത്. അതെ, മുരളിയേട്ടൻ ഇന്നൊരു വിശേഷം അറിഞ്ഞായിരുന്നോ? നമ്മുടെ അച്ചോട്ടിന് ഇന്ന് സ്കൂളിൽ വെച്ച് ബോധക്ഷയം വന്നു. ടീച്ചർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആണോ? എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, എന്തോ ഫുഡ് പോയ്സൺ ആണെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ആളിപ്പോ സുഖായിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ കുറെ നേരം തീ തിരിച്ചു കളഞ്ഞു. ആര്യേ, ഇവിടെ പുലി ഇറങ്ങുമോ രാത്രിയിൽ? അതേ അനിയ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. സന്ധ്യയാവും മുമ്പേ ഈ ഏരിയ കടന്നാ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിനക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ പറഞ്ഞു. ആ സോറി ആരതി, അന്നേരം പെട്ടെന്ന് തോന്നിയൊരു പൊട്ടത്തരത്തിന് ഞാനിങ്ങനെ ചെയ്തു പോയതാ. നീ ഇതാരോടും പറയരുത്. എന്നോട് ക്ഷമിക്കണം. ഐ എം വെരി സോറി. അയ്യേ, എന്തൊക്കെയാ മുരളിയേട്ടൻ പറയുന്നത്? കാട്ടിലെ കാര്യത്തെക്കുറിച്ചൊന്നും മുരളിയേട്ടൻ ബേജാറാവണ്ട. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഇങ്ങനെ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സഹജമല്ലേ? അതിനൊക്കെ മാപ്പ് പറയാനും സോറി പറയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങിയാലേ അതിനെ നേരം കാണും. മാത്രമല്ല, അവർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ പരമാവധി അത് മറ്റുള്ളവരിൽ എത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമല്ലേ?
പൊന്നുകൊണ്ടും മുരളിയേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ വീട്ടിലൊരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല കാട്ടിലെ നമ്മുടെ കളിതമാശകള്. ആ തൽക്കാലം മനസ്സിൽ ഒരു ടെൻഷനും വയ്ക്കാതെ വീട്ടിൽ കയറി വന്ന എല്ലാ പേരോടും സാധാരണ പോലെ ഇടപെട്ടാട്ടെ. ഭർത്താവ് വരാത്തതുകൊണ്ടേ ആഹാരം കഴിക്കാതിരിക്കുവാ ഈ ഭാര്യരത്നം. വാ പെട്ടെന്ന് അത് വന്നേ, എനിക്ക് വിശക്കുന്നു. വന്നേ.